മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് യേശുദാസ്. ഗാനഗന്ധർവൻ എന്ന വിശേഷണം സ്വന്തമാക്കിയ ഗായകൻ ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയാണ് സംഗീത ലോകത്തെ ഒന്നാമനായത്. ഇന്ന് കേരളത്തിൽ നിന്നും മാറി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് യേശുദാസ്. ഈ കാലയളവിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാനോ സ്വകാര്യ ജീവിതത്തെപ്പറ്റി പറയാനോ അത്ര താല്പര്യമില്ലാത്ത ആളാണ് യേശുദാസ്. ഗാനഗന്ധർവൻ 2 തവണ വിമാന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. 1971 ഡിസംബർ 9 ആദ്യ സംഭവം. പശ്ചിമഘട്ടത്തിലെ മേഘമലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ്. വിമാനത്താവളത്തിലെത്താൻ വൈകിയതിനാൽ മാത്രമാണ് അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ ആബ്രോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പറക്കുമ്പോഴാണ് തകർന്നു വീണത്. തിരുക്കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ജി ചന്ദ്രശേഖരപിള്ള ഉൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 1978 ഒക്ടോബർ 13 രണ്ടാമത്തെ സംഭവം. തീ പിടിച്ച് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ റിൻവേ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിലെ 350 യാത്രക്കാരിൽ യേശുദാസ്, ഭാര്യ പ്രഭ, 1 വയസ്സുള്ള മകൻ വിനോദ്, അന്നത്തെ കൊച്ചു ഗായിക സുജാത, സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ യേശുദാസിൻ്റെ സംഘത്തിൽ 6 ഗായകരും ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്ന് പറന്നുയർന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുക കണ്ടത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തരമായി മാഞ്ചസ്റ്ററിൽ ഇറക്കി. തീ പടർന്നെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു.